സമകാലിക കേരളത്തിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ സംവിധാനത്തിൽ സജീവമായി ഇടപെടുന്ന കലാകാരന്മാരിൽ ഒരാളാണ് വേടൻ. റാപ്പ് സംഗീതത്തിലൂടെയും ശക്തമായ വരികളിലൂടെയും തന്റേതായ ഇടം കണ്ടെത്തിയ വേടൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖം പുതിയൊരു ചർച്ചാ വിഷയത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. വേട, നീ നിന്റെ രാഷ്ട്രീയം പറഞ്ഞു, അത് ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടാകരുത് എന്ന ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമൂഹത്തിലെ അസമത്വങ്ങൾ, ജാതി വിവേചനം, ലിംഗഭേദം, രാഷ്ട്രീയ അഴിമതി തുടങ്ങിയ നിരവധി വിഷയങ്ങളെ തന്റെ റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. വഴി, കാവൽ, മിത്തുകൾ തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ജനപ്രീതിയും ശ്രദ്ധയും നേടിക്കൊടുത്തു. ഒരു കലാകാരൻ എന്നതിനുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കലാസൃഷ്ടിയിലൂടെ സാമൂഹിക മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും സംവാദങ്ങൾക്ക് തുടക്കമിടാനും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ ചാനലിന് വേടൻ അഭിമുഖം നൽകിയത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ വിഭാഗത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലായി പോയി എന്ന വിമർശനം ഉയർന്നു വരികയാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് ഒരു ജനസമൂഹത്തിന്റെ മുഴുവൻ വികാരങ്ങളെയും വ്രണപ്പെടുത്തുന്ന തരത്തിലാകരുത് എന്ന ശക്തമായ നിലപാടാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. വേട, നീ നിന്റെ രാഷ്ട്രീയം പറഞ്ഞോ, അത് ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടാകരുത് എന്ന തലക്കെട്ടിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. വേടന്റെ വാക്കുകൾ ഒരു വിഭാഗം ജനങ്ങളെ ഒന്നാകെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒരു കലാകാരന് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ടെന്നും തന്റെ വാക്കുകൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്താനുള്ള ലൈസൻസ് അല്ല എന്നും പ്രതിഷേധക്കാർ വാദിച്ചു. ഈ സംഭവം കലയും രാഷ്ട്രീയവും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു കലാകാരന് തന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയം പറയുമ്പോൾ അതൊരു വിഭാഗം ജനങ്ങളെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാകുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. കലാകാരന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായിരിക്കണം. തന്റെ കലയിലൂടെ അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നത് എന്നത് പ്രധാനമാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനോ വർഗീയത വളർത്തുന്നതിനോ കലയെ ഉപയോഗിക്കുന്നത് സാമൂഹികപരമായ തിന്മയാണ്. പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയും മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയും കലയെ ഉപയോഗിക്കുക എന്നതാണ് ശരിയായ മാർഗം. വേടനെ പോലെയുള്ള കലാകാരന്മാർ യുവതലമുറയ്ക്ക് വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ്. അവരുടെ വാക്കുകൾ യുവ മനസ്സുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാക്കുകൾ സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നത് അവർ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിവാദം വേടൻ എന്ന കലാകാരന് മാത്രമല്ല, കലാരംഗത്തുള്ള എല്ലാവർക്കും ഒരു പാഠമാണ്. കല എന്നത് സാമൂഹിക വിമർശനത്തിനും മാറ്റത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ശക്തമായ മാധ്യമമാണ്. എന്നാൽ ആ വിമർശനം ആരോഗ്യപരമായ രീതിയിലായിരിക്കണം. വ്യക്തിഹത്യയും സമൂഹത്തെ മൊത്തത്തിലുള്ള അധിക്ഷേപവും ഒഴിവാക്കി വസ്തുനിഷ്ഠമായ വിമർശനങ്ങളിലൂടെയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലൂടെയും സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന സംവാദങ്ങൾ വളർത്തിയെടുക്കാനാണ് കലാരംഗത്തുള്ളവർ ശ്രമിക്കേണ്ടത്. വേടന്റെ വാക്കുകൾ വേദനിപ്പിച്ചവരോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് എടുക്കുകയും തന്റെ വാക്കുകൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യേണ്ടത് നല്ലൊരു കലാകാരന്റെ ലക്ഷണമായിരിക്കും. എല്ലാ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കാനും വിയോജിപ്പുകളെ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ പരിഹരിക്കാനും സാധിക്കുമ്പോഴാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. കലയും രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തതയും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.